ഇതാണ് നമ്മുടെ സ്കേർട്ടിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഔട്ട് ഉണ്ടാവുക. നല്ല അടിപൊളി പ്ലീറ്റ്സ് ആയിട്ട് നല്ല 0.5-ലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി പ്ലീറ്റ്സ് ആയിട്ടാണ് നമുക്ക് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ക്ലോത്ത് ആണ് കേട്ടോ. ക്ലോത്ത് നല്ല സാരിയാണ്. ഇതൊരു സാറ്റൻ സാരിയാണ്. അതിന് വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു 250-300 റൗണ്ടിലാണ് നമുക്കിത് സാരി വാങ്ങിച്ചത് നമ്മള്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വാങ്ങിച്ച മീഷോയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു നെറ്റ് കോട്ട ഫാബ്രിക് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഇതിലുള്ള സാരി അത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. ഇത് ജസ്റ്റ് ഒരു 350 റുപ്പീസിനാണ് നമ്മളിത് വാങ്ങിച്ചത്. അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ സ്കേർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ഇതാണെന്ന് തോന്നി. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലാണ് നമുക്ക് അയൺ ചെയ്യുമ്പോൾ നല്ല അടിപൊളി പ്ലീറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ചെറിയൊരു കറ പോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കണ്ടിരുന്നു. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ടോട്ടൽ ഫാബ്രിക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 5 മീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. എന്തായാലും ഞാൻ എടുത്തിരിക്കുന്ന ടോട്ടൽ ഫാബ്രിക് എന്ന് പറയുന്നത് 5 മീറ്റേഴ്സ് ആണ്. അപ്പം നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത് 39 ഇഞ്ചസ് ആണ്. നമ്മളുടെ 1 മീറ്റർ എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 39 ഇഞ്ചാണ്. അപ്പം നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ ഫാബ്രിക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 മീറ്റർ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 39. 5 ഇൻറ്റു 39 എന്ന് പറയുമ്പോൾ നമുക്ക് 195 ഇഞ്ചസ് കിട്ടും. അപ്പം ഇത്രയും ഇഞ്ചസ് ആണ് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത്. അതായത് 5 മീറ്റർ എന്ന് പറയുന്നത് 195 ഇഞ്ചസ് ആണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5 മീറ്റർ അല്ല അതിൽ കൂടുതലാണ്. ഇപ്പം 8, 6, 7 എത്രയാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തത് നമ്മളുടെ വേസ്റ്റ് റൗണ്ട്. വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 34 ഇഞ്ചസ് ആണ് എൻ്റെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വേണ്ട പ്ലീറ്റ്സ്. ഇത് നമ്മളുടെ വേസ്റ്റ് റൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ഇഞ്ചസിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഇഞ്ച് അര ഇഞ്ച് കൂടുതലായിട്ട് എന്താണെങ്കിലും എടുക്കുക. ലൂസ് അധികം ആഡ് ചെയ്യാതെ എടുക്കുക. എന്നാലാണ് നമുക്ക് കറക്റ്റ് വേസ്റ്റ് റൗണ്ട് കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യമുള്ളവർ ലൂസൊക്കെ ആഡ് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട്. നമ്മൾ എത്രയാണ് കറക്റ്റ് ലെങ്ത്തും നമ്മൾ എവിടെ വെച്ചാണോ സ്കേർട്ട് നമ്മൾ ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ റൗണ്ട് ആയിരിക്കണം കറക്റ്റ് വേസ്റ്റ് റൗണ്ടിൽ എടുക്കുക. പിന്നെ നമ്മളുടെ പ്ലീറ്റ്സ് നമുക്കിപ്പോൾ വരുന്നത് ഇതാണ് പ്ലീറ്റ്സിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഒരു വിഡ്ത്ത് എത്ര വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണെങ്കിൽ ഞാൻ ഒരു 1/2 ഇഞ്ച് പ്ലീറ്റ്സിലും 1 ഇഞ്ച് പ്ലീറ്റ്സിലും നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിനാണ്. ഇപ്പം ഞാൻ 0.5 1/2 ഇഞ്ച് പ്ലീറ്റ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് ഇതാണിപ്പോൾ 1 ഇഞ്ച് എന്ന് പറയാം. ഈ 7 to 8 വരുന്നതാണ് 1 ഇഞ്ച്. ഇതാണ് 1/2 ഇഞ്ച്. ഇത് 7 to 8 എന്ന് പറയുമ്പോൾ 1 ഇഞ്ച്. ഇത് 1 ഇഞ്ച്, ഇത് 1/2 ഇഞ്ച്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് 1/2 ഇഞ്ച്, ഇത് 1 ഇഞ്ച്. അപ്പം പ്ലീറ്റ്സിന്റെ വിഡ്ത്ത് ഇപ്പോൾ 1/2 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ 34 നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ഈ നമ്മൾക്ക് ആവശ്യമുള്ള പ്ലീറ്റ്സിന്റെ വിഡ്ത്ത്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും 34 ഡിവൈഡഡ് ബൈ 0.5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 68 ആണ് കേട്ടോ. 68 ആണ് നമ്മൾക്ക് കിട്ടുന്ന ഇഞ്ചല്ല, 68 ആണ് നമുക്ക് കിട്ടുക. അത് നമ്മുടെ പ്ലീറ്റ്സിന്റെ എണ്ണ ആയിരിക്കും വരുന്നത്. നമ്മൾ 1 ഇഞ്ചിലാണ് ചെയ്യുന്നതെങ്കിൽ 34 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ നമുക്ക് 34 തന്നെയാണ് കിട്ടും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ 0.5 വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 195, അതായത് നമ്മളുടെ ടോട്ടൽ ഫാബ്രിക് എത്ര ഇഞ്ചാണെന്നുള്ളതാണ് 195 എന്ന് പറയുന്നത്. ആ 195 ഡിവൈഡഡ് ബൈ 68 ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ്സിന് നമുക്ക് എന്തോരം എടുക്കണം എന്ന് അറിയാൻ പറ്റും. അതായത് 2.86. 195 ഡിവൈഡഡ് ബൈ 68 ചെയ്യുമ്പോൾ നമുക്ക് 2.85 കിട്ടും. 0.5 വെച്ചിട്ടാണ് നമ്മൾ പ്ലേറ്റ്സ് എടുക്കുന്നതെങ്കിൽ. ഓക്കെ, ഇനി 1 ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ 195 ഡിവൈഡഡ് ബൈ 34 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5.73 കിട്ടും. അതായത് ഒരു പ്ലേറ്റ്സ് എത്ര എടുക്കണം എന്നുള്ളതിൻ്റെയാണ് ഈ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഇപ്പോൾ 2.86 ഈ ഒരു അളവിലായിരിക്കും നമുക്ക് 1/2 ഇഞ്ചിന്റെ പ്ലേറ്റ്സ് വരിക. ഇത്രയും പ്ലേറ്റ്സ് നിന്നാണ് നമ്മൾ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ ഹാഫ് ആയിട്ട് നമ്മൾ എടുക്കുക.
അത് ഇങ്ങനെ കാൽക്കുലേറ്റ് ഇങ്ങനെയാവും നമുക്ക് പ്ലീറ്റ്സ് വരും. അപ്പോൾ ഒരു പ്ലീറ്റ്സിന് നമുക്ക് ഇത്രയും ഇഞ്ചസ് ഇത്രയും നമുക്ക് വേണ്ടി വരും. അതിന് ക്ലോത്തിൽ നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എന്തെങ്കിലും ചെയ്യാം. ഇങ്ങനെയാണ് ഒരു പ്ലീറ്റ്സ് വരിക നമുക്ക്. ഇതിലിപ്പോൾ ടോട്ടലി നമുക്ക് ഇവിടെ നിന്ന് ഈ മടക്ക് ഉൾപ്പെടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 2.86 വരും. അതിൽ ഇത്രയും ഭാഗം ഈ നമുക്ക് പുറമേ കാണുന്ന ഭാഗം 0.5 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അങ്ങനെ 0.5 ഇഞ്ച് 0.5 ഇഞ്ച് അങ്ങനെ. പക്ഷേ നമുക്ക് ടോട്ടൽ ഇത്ര വേണ്ടത് 2.86 ആയിരിക്കണം ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് 1 ഇഞ്ചിൻ്റെ കേസിലും വരുന്നത്. 1 ഇഞ്ചിൽ ഇതുപോലെ തന്നെയാവും വരിക. കാണുമ്പോൾ ഇവിടെ 1 ഇഞ്ച് നമുക്ക് പുറമേ കാണുള്ളെങ്കിൽ ടോട്ടൽ ഫാബ്രിക് നമ്മൾ ഒരു പ്ലീറ്റ്സിനായിട്ട് എടുക്കേണ്ടത് 5.73 ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കിത് ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറിലും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ആ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് നിലത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ വീതി കസവ് താഴെ വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ താഴേന്ന് മേളിലേക്ക് ലെങ്ത് എടുക്കുക. ലെങ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എത്രയാണോ ലെങ്ത് അതിൽ നിന്നൊരു 2 ഇഞ്ച് കുറവെടുത്താൽ മതി. കുറവെടുത്ത് മാർക്ക് ചെയ്യുക. കാരണം നമ്മളൊരു ബെൽറ്റിന് വേണ്ടിയിട്ട് 5 ഇഞ്ചിലാണ് നമ്മൾ ബെൽറ്റ് എടുക്കുക. അതായത് 2 ഇഞ്ച് മടക്കി വരുമ്പോൾ 2 ഇഞ്ച് എന്നുള്ള രീതിയിൽ 2 ഇഞ്ച് പട്ടയിലാണ് ബെൽറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഫാബ്രിക് നമ്മൾ 5 ഇഞ്ചിൽ എടുക്കണം. എന്നാലാണ് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2 ഇഞ്ചിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ആ മെഷർമെന്റ്സിൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ നമുക്കിത് പ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ട് നിങ്ങൾക്കിത് കാണിച്ചു തരാം കേട്ടോ ഒന്നും കൂടെ. ഇപ്പം നമ്മളിതാ ഇങ്ങനെയാണ് നമ്മൾ ഫാബ്രിക് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് നമ്മൾ സീം അലവൻസിനായിട്ട് വിടണം. ജസ്റ്റ് നമ്മളുടെ സൈഡ് അടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് വിടുക. ശേഷം നമ്മളിപ്പോൾ ഞാൻ 1/2 ഇഞ്ച് പ്ലീറ്റ്സിലാണ് ചെയ്യുന്നത്. നിങ്ങൾ 1 ഇഞ്ച് പ്ലീറ്റ്സിലാണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ മെഷർമെന്റ്സിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ 1 ഇഞ്ചിന്റെ മെഷർമെന്റ്സിൽ എടുക്കുക. ഇപ്പം ഞാൻ 1/2 ഇഞ്ച് പ്ലീറ്റ്സിലാണ് ചെയ്യുന്നതെങ്കിൽ 2.75 നമ്മൾക്ക് ആ 1 ഇഞ്ചിന് ശേഷം 2.75 നമ്മൾ മാർക്ക് ചെയ്യുക. 2.75 നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ 2.75 അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. പുറത്തേക്കല്ല, ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. ടോട്ടലി 1 ഇഞ്ചിന്റെ അവിടെ നിന്ന് നമുക്ക് 2.75 ആവുന്നുള്ളൂ. അതിന്റെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് മാർക്കിംഗ് എന്നുള്ളത്. ഈ മാർക്കിംഗ് തെറ്റിയാലും നമ്മളുടെ ഔട്ട്ഫിറ്റിന് അത് ബാധിക്കും. അപ്പോൾ സ്കേർട്ട് പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. പിന്നെ 2.75 വെച്ചിട്ട് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. ശേഷം അതിനുള്ളിലേക്ക് അരേഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇത് ഓൾറെഡി അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് മാർക്ക് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ട് എന്താണെങ്കിലും ചെയ്യാം. ഇതിൽ തന്നെ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും തോന്നുന്നു. ഇത് ആ ഒരു ഫാബ്രിക്കിൽ വെച്ചിട്ട് കാണാൻ കഴിയുന്നില്ല ശരിക്കും. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഇപ്പം ഞാൻ പ്ലീറ്റ്സും കൂടെ എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കണേന്നുള്ളതും കൂടെ. 2.75 നമ്മൾ മാർക്ക് ചെയ്തു. 1 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് വിട്ടു. 2.75 മാർക്ക് ചെയ്തു. അതിന് ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ 1/2 ഇഞ്ച് പോയിന്റിൽ നിന്നാണ് നമ്മൾ ആ 1 ഇഞ്ചിലേക്ക് സീം അലവൻസിന് വിട്ട് ആ 1 ഇഞ്ചിലേക്ക് നമ്മളെടുത്ത് പ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിതെല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ശേഷം നമുക്കിതിന് പ്ലീറ്റ് ചെയ്യാം. ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ അപ്പോൾ ഞാനിപ്പോൾ 2.85 ആണ് അവിടെ മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ആ 1/2 ഇഞ്ച് എടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സീം അലവൻസ് വിട്ട് 1 ഇഞ്ചിലേക്ക് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ഒരു പ്ലീറ്റ്സ് കിട്ടി. അപ്പം 1/2 ഇഞ്ചിലാണ് നമ്മുടെ വിഡ്ത്തിലാണ് പ്ലീറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് 2.86 നമ്മൾ മാർക്ക് ചെയ്ത് 2.86 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 2.75 നമുക്ക് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ 1/2 ഇഞ്ച് പോയിന്റ് എടുത്ത് പിന്നെയും നമ്മൾ പ്ലീറ്റ്സ് ആയിട്ട് വെച്ച് കൊടുക്കണം. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്നും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് പ്ലീറ്റ്സ് എടുക്കണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം പ്ലീറ്റ്സ് എടുക്കുന്ന ഒരു രീതിയാണ്, ഇങ്ങനെയാണ് നമുക്ക് പ്ലീറ്റ്സ് ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മളുടെ ക്ലോത്ത് ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഇത് നമ്മളുടെ ക്ലോത്തിൻ്റെ നമ്മുടെ ഹിപ്പ് സൈഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 1 ഇഞ്ച് നമ്മൾ സീം അലവൻസിനായിട്ട് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് നമ്മൾ വിട്ടു. ഇതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്ലീറ്റ്സ് നമുക്ക് വരുന്നത് 2.86 നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ 2.86 നമ്മൾ ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്തു. 2.86 മാർക്ക് ചെയ്തു. ഈ 2.86 മാർക്ക് ചെയ്തെന്ന് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. 2.85. ഓക്കെ, ആദ്യം 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ടു. ഇത് 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇവിടെ കൊടുത്തു. ശേഷം ഇവിടെ 2. തിരിഞ്ഞെഴുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിപ്പോകുന്നത്. 2.86 ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇവിടത്തോളമുള്ള അളവാണ് കേട്ടോ ഈ 2.86 എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടത്തോളമുള്ള അളവാണ്. ഇനി അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ ഓപ്പോസിറ്റ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫുള്ള് നമുക്കിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം 2.85 മാർക്ക് ചെയ്തു. അതിന് ശേഷം അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്യുകയാണേ. മാർക്ക് ചെയ്തു. ശേഷം ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസിന് വിട്ടത്. ഈ 2.85 അതായത് 86 അതായത് ഇവിടെ ആണ് വരുന്നത്. അതിന് മുന്നിലായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ 1 ഇഞ്ചിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ മടക്കി ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ 2.85 ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തോളുള്ളത് 2.85 ആ ഫ്രണ്ടിലേക്ക് മടക്കി 1/2 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. പേപ്പർ ആയതിൻ്റെ പ്രശ്നം ഉണ്ട്. അതുപോലെ തന്നെ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് അതെടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ പ്ലേറ്റ്സ് ആക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ 1/2 ഇഞ്ച് പ്ലേറ്റ്സ് ഇങ്ങനെ എടുത്തിട്ട് വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഉണ്ടാവും. ബാക്കിയുള്ള ഫാബ്രിക് ഫുൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി പോകും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. 2.85 ആ 1/2 ഇഞ്ച് മടക്കിയ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് നല്ല പ്ലേറ്റ്സ് ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ക്ലോത്തിൽ കാണിച്ചാൽ ചിലപ്പോൾ അത്രയും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി പിന്നെ നമ്മളിതിങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് തന്നെ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് വേണം പിന്നെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ 2.85 മാർക്ക് ചെയ്തു. എന്നിട്ട് 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതെടുത്ത് വെക്കുക. ഫുള്ള് മാർക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ മതി. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. 1 ഇഞ്ച് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം 1 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് 5 സംതിങ് അല്ലേ പറഞ്ഞാൽ 5.73. അതേപോലെ തന്നെ 5.75 ഒരു മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് പ്ലീറ്റ്സ് ആയതുകൊണ്ടാണ് 1/2 ഇഞ്ച് ഇട്ട് മടക്കിയത്. 1 ഇഞ്ച് പ്ലീറ്റ്സ് ആകുമ്പോൾ 1 ഇഞ്ച് വേണം. ഇവിടെ നിന്ന് ഇപ്പം അതുപോലെ ഇപ്പോൾ 5.73 മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1 ഇഞ്ചിലേക്ക് എടുത്ത് വേണം ഇങ്ങനെ വെച്ച് പോകാനായിട്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നമുക്ക് പ്ലീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യണ അനുസരിച്ച് നിങ്ങൾ അവിടെ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുത്താലും മതിയോ. അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഒത്തിരി ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് മാർക്കിങ്ങും സ്റ്റിച്ചിങ്ങും എളുപ്പത്തിൽ കഴിയും. അല്ലെങ്കിൽ ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് മാർക്ക് ചെയ്താലും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്ത് വേഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തത് കേട്ടോ.
സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പൊടി പൊടി ഒരു 1/2 ഇഞ്ചിലുള്ള നല്ല കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് നമ്മൾക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ നൂലൊക്കെ വലിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് വേണം സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിലെങ്കിലും ഫ്രണ്ടിൽ കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്ത മാർക്കൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അത്രയും നല്ല പക്കയായിട്ട് ചെയ്താലാണ് ആ പ്ലീറ്റ്സ് നന്നായിട്ട് ചെയ്യുള്ളൂ. ഇനി ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അയണിങ് ആണ്. അയണിങ് കറക്റ്റ് അല്ലെങ്കിൽ ഇതിലൊന്നും ആ ഒരു ലുക്ക് നമുക്ക് സ്കേർട്ടിന് കിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ബെഡിൽ വെച്ചിട്ട് പിൻ ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യമായിട്ടാണ് അയൺ ചെയ്ത്. ആദ്യം ഒരു ഹാഫ് പോർഷൻ അയൺ ചെയ്തു, പിന്നെ രണ്ടാമത്തെ പോർഷൻ അയൺ ചെയ്തു, പിന്നെ മൂന്നാമതാണ് ആ കസവ് വരുന്ന ഭാഗം അയൺ ചെയ്തത്. ഞാൻ ആദ്യം ഡ്രൈ അയൺ വെച്ച് തന്നെയാണ് കേട്ടോ അയൺ ചെയ്തത്. അധികം ചൂടിൽ അയൺ ചെയ്താൽ നമ്മൾക്ക് ഈ ഒരു ഇത് ചിലപ്പോൾ സാരി കത്തിപ്പോവും. അപ്പൊ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അയൺ ചെയ്യാനായിട്ട്. ചെറിയ ചൂടിൽ നന്നായിട്ട് വെച്ചിട്ട് ഒരു അയൺ ചെയ്യുക. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള പ്ലീറ്റ്സുകൾ ഇതുപോലെ എടുത്തെടുത്ത് ഒന്നും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുക, പിൻ ചെയ്യുക, അയൺ ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്താണ് നമ്മൾക്ക് ആ പ്ലീറ്റ്സ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തതിന് ശേഷം ഞാനൊന്ന് സ്റ്റീം അയണും കൂടെ ചെയ്യാനായിട്ട് ഞാൻ ആ ഒരു ബെഡ്ഷീറ്റിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ആ ബെഡ്ഷീറ്റ് അങ്ങനെ ഞാൻ എടുക്കുകയും ചെയ്തത്. എന്നിട്ട് റോൾ ചെയ്തെടുത്തിട്ട് എനിക്ക് അയൺ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് പിൻ ചെയ്ത് സെറ്റ് ചെയ്തു ശേഷം നമ്മൾ സ്റ്റീം അയൺ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് അയൺ ചെയ്യുമ്പോഴേനും നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ആ പ്ലീറ്റ്സ് നല്ല വടിപ്പൊലി ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയാലോ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കറങ്ങിയാലൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആ പ്ലീറ്റ്സ് അങ്ങനെ നിന്നോളും. അപ്പൊ നന്നായിട്ടൊന്ന് സ്റ്റീമും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. സ്റ്റീമും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു പ്ലീറ്റ്സ് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റീമും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഫൈനലി നമ്മുടെ സ്കേർട്ട് ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. പ്ലീറ്റ്സ് എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി പ്ലീറ്റ്സ് ആയിട്ട് കിട്ടും. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സ്കേർട്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിന് ബെൽറ്റും ലൈനിങ്ങും എല്ലാം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, സാറ്റൻ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ടൊക്കെ നമ്മൾ അയൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ബെൽറ്റ് അറ്റാച്ച് ചെയ്യണം, അതുപോലെ തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്യണം. ബെൽറ്റിന് ഞാൻ 5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ബെൽറ്റ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ്റൻ വെച്ച് തന്നെ ഒരു ലൈനിങ്ങും പോലെ കൊടുത്തിട്ടാണ് കേട്ടോ ബെൽറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കേർട്ടിന് നമുക്കിനി ലൈനിങ് ആയിട്ട് നമ്മൾ സാറ്റൻ ആണ് എടുത്തിരിക്കുന്നത്. സാറ്റൻ ഞാൻ ഒരു 3 മീറ്റർ ഇതുപോലെ പ്ലീറ്റ്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വലിയ പ്ലീറ്റ്സ് ആയിട്ടല്ല, ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാറ്റൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അതും കൂടെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്കേർട്ട് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാം. 3 മീറ്റർ എടുത്താൽ മതിയാവും നിങ്ങൾക്ക്. 5 മീറ്ററിൽ തന്നെ ലൈനിങ് എടുക്കണ്ട. നമ്മൾ 5 മീറ്റർ ഫാബ്രിക് എടുക്കണമെങ്കിൽ ഒരു 3 മീറ്റർ ലൈനിങ് എടുത്താൽ മതിയാവേ. എന്നാലാണ് ആ സ്കേർട്ടിന്റെ ഒരു ഫ്ലെയർ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്യല നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിന്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. ജസ്റ്റ് ബെൽറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതല്ലാതെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്കേർട്ട് ഉണ്ടാവുക. എത്ര റൗണ്ട് ചെയ്താലും കറങ്ങിയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക, നല്ല അടിപൊളി പ്ലീറ്റ്സിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ സ്കേർട്ട് ഇരിക്കുന്നത്. കണ്ടോ, എന്താ അടിപൊളിയായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.